പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യം ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയായിരിക്കുകയാണ്. 2020 കോഴിക്കോട് കരിപ്പൂരിൽ നടന്ന വിമാനാപകടം ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ മായാതെ കിടപ്പുണ്ട്. ആ നടുങ്ങുന്ന ഓർമ്മകൾക്ക് മുന്നിലാണ് നാം അഹമ്മദാബാദിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഹൃദയഭേദകമായ അപകടത്തിനു നടുവിൽ പൊലിഞ്ഞുപോയത് 260ഓളം ജീവനുകളാണ്. അതിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാരുണ്ട്. അവരെല്ലാം വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി പറന്നവരായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം ചിറകരിഞ്ഞു വീഴുമെന്ന് അവരൊരിക്കലും നനച്ചതല്ല. പക്ഷേ ദൈവത്തിൻ്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ അവർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഈ ദുരന്തത്തിൽ പല രാജ്യങ്ങളും രാജ്യത്തലവന്മാരുമൊക്കെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനമറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെയും ബാക്കിയാകുന്ന ചില സന്ദേശങ്ങളുണ്ട്, വലിയ പാഠങ്ങളുണ്ട്. തിരക്കുപിടിച്ച് ഓടുന്നതിനിടയിൽ മനുഷ്യൻ ഓർക്കാതെ പോകുന്ന ചില പാഠങ്ങൾ. മുസ്ലിം സമൂഹം എല്ലാ വെള്ളിയാഴ്ചയിലും ഓതേണ്ട വിശുദ്ധമായ ഖുർആനിലെ 2 അധ്യായങ്ങളുണ്ട്. അതിലൊന്ന് സൂറത്തുൽ ജുമുഅയിലെ 8ാമത്തെ സൂക്തമാണ്. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, നിശ്ചയം നിങ്ങളൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെ നിങ്ങൾ ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്നവനിലേക്ക് യാത്ര തിരിക്കും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, ജീവിതകാലത്ത് നിങ്ങൾ എന്താണ് ചെയ്തു വച്ചത് എന്ന് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മൾ ചിന്തിക്കാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ. അക്ഷരാർത്ഥത്തിൽ മരണമാലാഖയുടെ കൈപ്പിടിയിലാണ് നമ്മുടെ ജീവിതമെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകുന്നു. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന 2ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. തൻ്റെ മരണം നിശ്ചയിക്കപ്പെട്ട സമയം എത്തിയാൽ ഒരു ശരീരത്തിനും സൃഷ്ടാവ് പിന്തിപ്പിച്ചു കൊടുക്കില്ല എന്ന സന്ദേശം പറയാതെ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാരായണം ചെയ്യപ്പെട്ട ഈ സൂക്തങ്ങൾ 21ാം നൂറ്റാണ്ടിലും വിശുദ്ധമായ ഖുർആനിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഋതുഭേദങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളും ഇന്ന് ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കുന്നില്ല. മരണം നിഴൽ പോലെ നിന്റെ അരികിലുണ്ടെന്ന ഓർമ്മ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സുഹൃതങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.